ഒരിക്കൽ ഒരു ദരിദ്ര ബ്രാഹ്മണ ദമ്പതികൾ ജീവിച്ചിരുന്നു. അവർ ശിവഭക്തരായിരുന്നു. എന്നാൽ സന്താനമില്ലാത്തതിന്റെ ദുഃഖം അവരെ എപ്പോഴും അലട്ടിയിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും അവർ ഭക്തിപൂർവ്വം ശിവലിംഗത്തിൽ ജലം അഭിഷേകം ചെയ്ത് കൂവളത്തിന്റെ ഇല സമർപ്പിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ അചഞ്ചലമായ ഭക്തിയിൽ പ്രസാദിച്ച പരമശിവൻ ഒരു ദിവസം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ശ്രാവണമാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയും വ്രതമെടുത്ത് ആത്മാർത്ഥമായി എന്നെ ആരാധിക്കൂ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിറവേറ്റും. അവർ ഭഗവാന്റെ വാക്ക് അനുസരിച്ച് ശ്രാവണമാസത്തിൽ തിങ്കളാഴ്ച വ്രതം ആരംഭിച്ചു. ഓരോ തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ പോയി അഭിഷേകം നടത്തി ഓം നമഃ ശിവായ മന്ത്രം ജപിച്ചു. വ്രതം പൂർത്തിയാക്കിയ ശേഷം ദരിദ്രർക്ക് അന്നദാനവും വസ്ത്രദാനവും നടത്തി. കുറച്ചു നാളുകൾക്കുശേഷം ഭഗവാന്റെ അനുഗ്രഹത്താൽ അവർക്ക് ഒരു സൽസ്വഭാവിയായ പുത്രൻ ജനിച്ചു. അവരുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞു. ആ കുടുംബം എന്നും ശിവഭക്തിയോടെ ജീവിച്ചു. ഈ കഥയുടെ സന്ദേശം: ശ്രാവണമാസത്തിലെ തിങ്കളാഴ്ച വ്രതം ആത്മാർത്ഥമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ആചരിക്കുന്നവർക്ക് ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. മനസ്സമാധാനവും കുടുംബസൗഖ്യവും ഐശ്വര്യവും നല്ല ആരോഗ്യവും പ്രാപിക്കട്ടെയെന്ന് ഭക്തർ പ്രാർത്ഥിക്കുന്നു. ശിവഭഗവാന്റെ ഈ ഭക്തി നിർഭരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.